അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് അല്പം മുൻപ് നമ്മൾ കണ്ടത് രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐ നടത്തുന്ന മാർച്ചും അതിനെ തുടർന്നുള്ള ധർണയുമാണ്. അതോടൊപ്പം തന്നെ BJPയുടെ ഭാഗത്ത് നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. കേരളത്തിൽ നിന്നും BJPയെ പ്രതിനിധീകരിച്ചുണ്ടായിരിക്കുന്ന പ്രതികരണം രാജീവ് ചന്ദ്രശേഖർ MP തിരുവനന്തപുരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുടേതാണ്. പലവട്ടം ED വിളിപ്പിച്ചിട്ടും ഹാജരാകാതിരുന്ന ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായതിനെ രാഷ്ട്രീയ പ്രേരിതമായി കാണേണ്ടതില്ല എന്ന പ്രതികരണമാണ് രാജീവ് ചന്ദ്രശേഖറിന്റേതായി വന്നിരിക്കുന്ന ആ പ്രതികരണത്തിലേക്ക്. ഇനി ഇങ്ങനത്തെ ഒരു കറപ്ഷൻ സ്കാമിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറും ഇതിൽ മണി ലോണ്ടറിംഗ് ആണ് ഇൻവോൾവ്. അതിൽ നോട്ടീസ് അയച്ച് ആ ഇൻവെസ്റ്റിഗേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ആ ഇൻവെസ്റ്റിഗേഷനെ ഡീറെയിൽ ചെയ്ത് അണ്ടർമൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് നിങ്ങൾ കോഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതാണിപ്പോ അവർ ചെയ്യുന്നത്. ഈ ഒരു രാഷ്ട്രീയ നാടകം, ഇതൊരു ഫൈറ്റ് അസോൾട്ട് ഓഫ് ഡെമോക്രസി ആണ്, ഇത് ടൈമിംഗ് ശരിയല്ല. ടൈമിംഗ് ആരാണ് തീരുമാനിച്ചത്? ഈ 4 നോട്ടീസ് അരവിന്ദ് കെജ്രിവാൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവില്ല.